ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണതേ നമ്മുടെ ചുരിദാറിലും ബ്ലൗസിലും നമ്മൾ നല്ല ഭംഗിയുള്ള പഫ് വെച്ചിട്ട് കൈ തയ്ച്ചെടുക്കാറില്ലേ, ആ ഒരു പഫ് എങ്ങനെ കിട്ടാമെന്നാണ് കേട്ടോ നമ്മളിന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ പോണത്. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു തുണിയിൽ നമ്മൾ ചെറുതായിട്ട് പഫ് ഇട്ടിട്ടും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൈ കട്ട് ചെയ്തെടുക്കാനുള്ള തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തയ്ച്ചെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറിനാണ് കേട്ടോ ഈ ഒരു പഫായിട്ടുള്ള കൈ തയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിനാണെന്നുണ്ടെങ്കിലും ചുരിദാറിനാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തുണീനെ നമ്മൾ ഇതേപോലെ നാലാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 വശം വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റും ഇതുപോലെ മടങ്ങിയിരിക്കുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്കൊരു സൈഡ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും കേട്ടോ. മടക്കിയിരിക്കുമ്പോൾ അതുപോലെ വരാം. മടക്കിയിട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു തുണിയുടെ താഴ്വശത്ത് ചുളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ നേരെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ചുളിവുള്ള ഭാഗത്തിനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിന് ശേഷം വേണം നമുക്കിതിൽ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ലൈനിങ് ഇട്ടിട്ടുള്ള കൈയാണ് നമ്മൾ തയ്ച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ലൈനിങ് തുണിയിൽ എപ്പോഴും മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. നമ്മുടെ മെയിനായിട്ടുള്ള തുണി കുറച്ച് ഇഴുകിക്കെടുക്കുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാർക്ക് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലൈനിങ് തുണിയിൽ ആദ്യം മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കൈയിൻ്റെ ഇറക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 11 ഇഞ്ചാണ് കേട്ടോ കൈയിൻ്റെ ഇറക്ക് വേണ്ടത്. അപ്പോൾ അതിൽ കൂടെ 1/2 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയിട്ട് 11.5 ഇഞ്ചാണ് കൈ മാർക്ക് ചെയ്തിട്ടുള്ളത്. കൈ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അറ്റത്തെ ഭാഗത്ത് നിന്നിട്ട് തൊട്ട് താഴോട്ട് 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിലേക്കാണ് കേട്ടോ നമുക്ക് ടോപ്പ് വശത്ത് നിന്നിട്ടും കൈയിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ച് കൊണ്ടുവന്ന് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. കൈ കട്ട് ചെയ്യേണ്ട തുണിയിൽ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ ചുരിദാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ആ ഒരു കൈക്കുഴിയുടെ വണ്ണം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ വണ്ണം മാർക്ക് ചെയ്തത് എത്രയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് അളവ് കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് ഇറക്കിയതിൻ്റെ ശേഷം കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് വണ്ണം മാർക്ക് ചെയ്തത് വരെയുള്ള ആ ഒരു അളവാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. നമുക്കിവിടെ ഒരു 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കൈ കട്ട് ചെയ്യാനുള്ള തുണി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ടും സൈഡ് വശത്തേക്ക് ഒരു 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കൈവണ്ണം അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തെടുക്കാം. ഒരുവിധം ആളുകൾക്കൊക്കെ നമുക്ക് 2.5 ഇഞ്ചൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഇതേപോലെ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ നമുക്ക് കൈയിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് 3.5 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 10 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ അളവ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. കൈയിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ മേൽവശത്ത് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു 2.5 ഇഞ്ചിലേക്ക് കറക്റ്റ് നേരെ വരച്ചിട്ട് ചെയ്യരുത്. എപ്പോഴും ആ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ച് ഇറങ്ങിയിട്ട് നിൽക്കുന്ന തരത്തിൽ വേണം കേട്ടോ നമുക്ക് കൈയിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുമ്പോൾ വരാനായിട്ട്. കൈക്കുഴിയുടെ വണ്ണം വരുന്നത് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും താഴ്വശത്ത് നമുക്ക് വണ്ണം വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 5.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതും 10 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് 2 ഇഞ്ചോളം നമുക്ക് സൈഡിലേക്ക് തുണി വിട്ടിട്ട് നമ്മൾ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുരിദാർ തയ്ക്കുകയാണെങ്കിലും സാധാരണ ഒരു കൈ തയ്ക്കാനായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ പഫ് കൈ തയ്ക്കാനാണ് കേട്ടോ ഇനിയുള്ള നമ്മുടെ മാർക്കിങ്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഏറ്റവും മേൽവശത്തേക്ക് നമുക്കൊരു 3 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. പഫ് കുറച്ച് ഹൈറ്റിൽ നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ഇഞ്ചോളം നമുക്ക് ഹൈറ്റ് മേലേക്ക് കൊടുക്കാം കേട്ടോ. അതായത് ചെറിയൊരു പഫ് മതി എന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ സാധാരണ ഒരുവിധം എല്ലാവർക്കും നമ്മൾ 3 ഇഞ്ചാണ് കേട്ടോ പഫ് കൊടുക്കാറ്, ഹൈറ്റ് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ഇത്രയും കൈ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നിട്ടും മേലോട്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ സൈഡിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിത് ഇതേപോലെ വരച്ചിട്ട് നമ്മൾ തൊട്ട് താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ 2.5 ഇഞ്ച്, ആ ഒരു ഭാഗത്ത് കൂടെ വേണം കേട്ടോ ഈ ഒരു ഷേപ്പ് നമ്മളാക്കി എടുക്കാനായിട്ട്. പഫായിട്ടുള്ള ഇതുപോലത്തെ കൈ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ
നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ, അതായത് നമ്മൾ ചില ടോപ്പൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുമ്പോഴായാലും മിക്ക ആളുകൾ ഇട്ടിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന, അതായത് ഒരു 4 ഇഞ്ചോളം എന്തായാലും എടുക്കണം. ഇനി അത്രയും വേണ്ട, ചെറിയതായിട്ട് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അളവ് കുറച്ചെടുക്കുക. ആ ഒരു കാര്യം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പഫ് നമുക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. പഫ് കൈ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കണക്കുകളൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ എളുപ്പത്തിലുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാറ്. നമ്മൾ ചുരിദാറിനും ബ്ലൗസിനും ഇതേ രീതിയിൽ കട്ട് ചെയ്ത് തയ്ച്ചിട്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള പഫ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇതുവരെ ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ എളുപ്പമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് തയ്ച്ച് നോക്കാം കേട്ടോ. നമ്മുടെ കൂട്ടത്തിലെ മിക്ക കൂട്ടുകാർക്കും ഒരുപാട് കണക്കുകളൊന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അറിയണ കണക്കും കൂടി ചിലപ്പോൾ മൊത്തത്തിൽ തെറ്റിയിട്ട് കൊളായിപ്പോവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതേപോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് കൈ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പഫൊക്കെ നമുക്കും തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കൈയിനെ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ താഴ്വശത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്നിട്ട് വേണം കേട്ടോ നമ്മുടെ ആ ഒരു പഫ് ഇട്ട് കൊടുക്കാനായിട്ട്. കൈയിൻ്റെ മേൽഭാഗത്തും ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പഫ് ഇടുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന തുണിയിൽ നിന്ന് കൈ കട്ട് ചെയ്തെടുക്കണം. ആ കൈ കട്ട് ചെയ്യാനായിട്ടേ നമുക്ക് മിക്ക തുണിയിലും ചിലപ്പോൾ കൈ നമുക്ക് നീളത്തിലും വീതിയിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റാറില്ല. ചിലപ്പോൾ തുണിയൊക്കെ കുറവായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കാറ് ഇതുപോലെ നമ്മുടെ തുണി മടക്കിയിടില്ലേ, നമ്മൾ ടോപ്പ് തയ്ക്കാനുള്ള ആ ഒരു തുണി മടക്കിയിടുമ്പോൾ കുറച്ച് താഴോട്ട് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറ്. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഏപ്പൊന്നും വെക്കാതെ നല്ല രീതിയിൽ ഇറക്കുള്ള കൈയാണെങ്കിലും പഫ് വെച്ചിട്ടുള്ള കൈയാണെങ്കിലും കട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തന്നെ പറ്റും കേട്ടോ. നമ്മൾ മെയിനായിട്ട് കൈ തയ്ക്കാൻ എടുത്തിട്ടുള്ള തുണി ജോർജറ്റിൽ വരുന്ന തുണിയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ വെക്കുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും. അപ്പോൾ പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയതിന് ശേഷമാണ് കറക്റ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഒന്ന് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീങ്ങിപ്പോവാതെ കിട്ടും കേട്ടോ. ഇതുപോലെയുള്ള പഫ് വെച്ചിട്ട് തയ്ക്കുന്ന കൈകൾക്ക് ചിലതിന് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ ജോർജറ്റിൻ്റെ പോലത്തെയുള്ള ഇഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും തയ്ക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. മെഷീനിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഞെറിവിടാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കൊളത്തി വലിച്ച പോലെ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഴുകി പോയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അതായത് കൈ വെച്ചിട്ട് നമ്മൾ ഞെറിയിട്ട് കൊടുക്കില്ലേ, അപ്പോൾ അതേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ ആയാലും നമ്മുടെ ബനിയൻ സ്റ്റിപ്പൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ വെച്ച് കൊടുക്കില്ലേ, അതേപോലെ ന്യൂസ് പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞെറി വിട്ടതിന് ശേഷം ആ ഒരു ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് വലിച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കീറിപ്പോവും കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ടുള്ള തുണിയിലും ലൈനിങ് തുണിയിലും നമ്മൾ പഫ് കൈക്കുള്ള കട്ടിങ്ങൊക്കെ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ആ ഒരു കൈയിൻ്റെ സൈഡൊക്കെ നമ്മൾ കൂട്ടി വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. താഴ്വശവും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഞെറിയിടുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നമ്മൾ വലിയ കാണിയിട്ടിട്ട് നമ്മൾ ആ ഒരു 2.5 ഇഞ്ചിൻ്റെ അവിടെ ചെറുതായിട്ട് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഞെറി വിട്ട് കൊടുക്കാനുള്ള ഭാഗം, അവിടെ നിന്ന് തൊട്ടിട്ട് വലിയ കാണിയിട്ടിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു നൂലിൻ്റെ അറ്റം നമ്മൾ കുറച്ചധികം ഇങ്ങനെ പോന്നതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കൈയിലും ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞെറിയിട്ട് കൊടുക്കാനായിട്ട് ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലും വൃത്തിയിലും കിട്ടും. എല്ലാ ഞെറിവും കറക്റ്റ് ഒരേപോലെ നിൽക്കും കേട്ടോ ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ ചെറുതായി വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. കൈയിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് നീളത്തിൽ നമ്മൾ നൂലിങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗത്തെ നൂല് ഇതേപോലെ പിടിച്ചിട്ട് അതിലത്തെ 2 നൂലുണ്ടാവും കേട്ടോ, അതിലൊരു നൂലിനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ വലിക്കും തോറും അവിടെ ഇങ്ങനെ ചുളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ചുളിവിനെ നമുക്ക് നടുവശത്തേക്ക് ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്.
ഇതേ രീതിയിലാണ് കേട്ടോ മുഴുവനായിട്ടും നമ്മൾ ഞെറിയിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വലിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ 2 സൈഡിലും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു 2.5 ഇഞ്ച് തൊട്ടിട്ടാണ് ഈ ഒരു അറ്റം വരെ നമുക്കിങ്ങനെ ഞെറിവായിട്ട് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഞെറിവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഞെറിവ് തന്നെ നമുക്ക് കിട്ടും. ഒരു കയ്യിൽ നമ്മളത് നല്ല ഭംഗിയിൽ പഫ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഫിന് നമുക്ക് ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് തയ്ച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പഫ് കൈയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതേ രീതിയിലാണ് പഫ് ചെയ്തെടുക്കണേന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തും അതുപോലെ തന്നെ ഷോൾഡർ ഭാഗമൊക്കെ കൂട്ടി വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഞെറിവിട്ടെടുക്കാം കേട്ടോ. കൈയോടെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഒരുപാട് നേരത്തേക്ക് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ആ വലിച്ചിട്ടുള്ള ആ ഒരു നൂലുണ്ടല്ലോ എങ്ങാനും അഴിഞ്ഞു പോന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതുപോലെ നമ്മൾ തയ്ച്ചിട്ട് വലിക്കേണ്ടി വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കറക്റ്റ് ആ ഒരു ടൈമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്ക് കൈ വെച്ച് തയ്ച്ചെടുക്കാം. ആദ്യത്തെ ഒരു കയ്യിൽ ഞെറിവിട്ടത് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളത് രണ്ടാമത്തെ ആ ഒരു കയ്യിലും ഇതേപോലെ ആ ഒരു നൂല് വലിച്ചിട്ട് ഞെറിവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളത് 2 കയ്യിലും അടിപൊളിയായിട്ട് ഞെറിവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി നല്ല എളുപ്പമുള്ള ഒരു രീതി തന്നെയാണ് കേട്ടോ. കൈ വെച്ചിട്ട് നമ്മൾ മെഷീനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഞെറി വിട്ട് കൊടുക്കാറില്ലേ, അതേ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ആ ഒരു ഞെറിക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അതായത് ഒരെണ്ണം ചിലപ്പോൾ വലുതും ചെറുതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഒരേ വലുപ്പത്തിലും ഒരേ ഇതിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.